അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വെറും 3 വരികൾ മാത്രം മതി, നിങ്ങളുടെ ജീവിതം മാറിമറിയും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. നിങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരാണോ? എന്നാൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരുടെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറിക്കിട്ടും. കടങ്ങൾ വീടിക്കിട്ടും. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും. നിങ്ങളുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകും. മരണം വരെ നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാകില്ല. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളാണുള്ളത്. സ്വന്തമായിട്ടൊരു വീടെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ വീട് വളരെ വേഗത്തിൽ അത് പണി പൂർത്തിയാക്കാൻ സാധിക്കും. വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് സ്വന്തമായിട്ട് വാഹനം വാങ്ങാൻ സാധിക്കും. വിവാഹം ശരിയാകാത്തവർക്ക് വിവാഹം ശരിയാകും. കുട്ടികളില്ലാത്തവർക്ക് സ്വാലിഹായ സന്താനങ്ങൾ ജനിക്കും. ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വെറും 3 വരികൾ വരുന്ന ഈ സൂറത്ത്. പ്രിയപ്പെട്ടവരെ, ഈ സൂറത്തിൻ്റെ മഹത്വം പറയുകയാണെങ്കിൽ അത്ഭുതമാണ്. ഈ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യൻ, ഈ പ്രപഞ്ചത്തിൻ്റെ നേതാവ്, അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം വഴി ഇറക്കി കൊടുത്തൊരു മഹത്വമേറിയൊരു ചെറിയ സൂറത്താണ് ഇത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക തെരുവിൽ സ്വന്തം മക്കളുടെ വിയോഗത്തിൽ നെഞ്ചു പൊട്ടി നിൽക്കുന്ന സമയത്ത്, വലിയ വിഷമം അനുഭവിച്ച് നിൽക്കുന്ന സമയത്ത് ശത്രുക്കൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അബ്തർ എന്ന്. അതായത് വാലറ്റ് പോയവൻ, ഒറ്റപ്പെട്ടു പോയവൻ, എല്ലാവരും ഒഴിവാക്കിയവൻ, ഒരു ഭാവിയില്ലാത്തവൻ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശത്രുക്കൾ കളിയാക്കിയപ്പോൾ അവിടുത്തെ മനസ്സിലുണ്ടാക്കിയ മുറിവിൻ്റെ വലുപ്പം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ? എന്നാൽ ആ മുറിവിന് മരുന്നായി അല്ലാഹു സുബ്ഹാനഹു തആല ഏഴാനാകാശത്തിനപ്പുറത്ത് നിന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനിച്ച ഒരു അത്ഭുത സൂറത്താണ് സൂറത്തുൽ കൗസർ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരൊറ്റ വാക്കുകൊണ്ട് മനസ്സ് തകർന്നു പോയിട്ടുണ്ടോ നിങ്ങൾക്ക്? ചിലപ്പോൾ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ വരും. ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സ് വേദനിക്കും. എന്നാൽ അതിനേക്കാൾ വലിയ വേദനയായിരിക്കും നമ്മൾ തളർന്നു പോകുന്ന ഒന്നായിരിക്കും നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മൾ വിശ്വസിച്ചവർ നമ്മെ വഞ്ചിക്കുമ്പോൾ, അതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മെ കളിയാക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ. ചിലരുടെ ഒരൊറ്റ വാക്ക് മതി നമ്മൾ തളർന്നു പോകാൻ. കാരണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ നബി, ലോകത്തിൻ്റെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരെ മക്ക മുശ്രിക്കുകളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും അവരുടെ പരിഹാസം, അവരുടെ കളിയാക്കൾ, അവരുടെ പല പ്രവൃത്തികൾ കൊണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ആ മുറിവിന് മരുന്നായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് വെറും 3 ആയത്ത്, 10 വാക്കുകൾ. എന്നാൽ ആ 10 വാക്കുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് സമുദ്രത്തോളം ആശ്വാസമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല എന്തിനാണ് ഈ സൂറത്ത് അവതരിപ്പിച്ചത്? എന്താണ് ഈ സൂറത്തിൻ്റെ പിന്നിലുള്ള കരളലിയിക്കുന്ന കഥ? പ്രിയപ്പെട്ടവരെ, ഇത് വെറും ഒരു ചരിത്രമല്ല. തളർന്നു പോയ ഏതൊരു മനുഷ്യർക്കും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു ഊർജമാണ് ഈ സൂറത്ത്. ഈ സൂറത്ത് നിങ്ങൾ നല്ല ആത്മാർത്ഥതയോടുകൂടി, വിശ്വാസത്തോടുകൂടി ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും. എവിടെയും നിങ്ങൾക്ക് പരാജയമുണ്ടാകില്ല. വിജയം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകുകയുള്ളൂ. 1400 വർഷങ്ങൾക്ക് മുമ്പ്
മക്കയിലെ കരിമ്പാര കൂട്ടങ്ങൾക്കിടയിൽ ഇസ്ലാം എന്ന ഈ കൊച്ചുനാളം അണയാതിരിക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാടുപെടുന്ന സമയം ഒരു വശത്ത് സത്യനിഷേധികളുടെ എതിർപ്പ്, മറുവശത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആൺമക്കൾ ജനിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ വളരെ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോവുകയാണ്. ആദ്യം ഖാസിം റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ പ്രതീക്ഷയായിരുന്നു ഈ കുഞ്ഞ്. എന്നാൽ ഈ കുഞ്ഞിൻ്റെ മയ്യത്ത് കബറടക്കി കണ്ണീരുണങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുത്ത പരീക്ഷണം എത്തി. അതായത് അവിടുത്തെ രണ്ടാമത്തെ ആൺകുട്ടി അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ സമയത്ത് മുത്തുനബിയുടെ മനസ്സ് നീറുകയായിരുന്നു. ഉപ്പ എന്ന് വിളിക്കാൻ, മുത്തുനബിയുടെ വംശപാരമ്പര്യം നിലനിർത്താൻ ഒരു ആൺ തിരിയില്ല. നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും മരണപ്പെട്ടാൽ, നമ്മുടെ മക്കൾ മരണപ്പെട്ടാൽ നമ്മെ ആശ്വസിപ്പിക്കാനായിട്ട് നമ്മുടെ അയൽവാസികൾ ഉണ്ടാകും, നമ്മുടെ കുടുംബക്കാരുണ്ടാകും, നമ്മുടെ കൂട്ടുകാരുണ്ടാകും, നമുക്ക് വേണ്ടപ്പെട്ടവർ ഉണ്ടാകും. എന്നാൽ അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളുടെ മക്കൾ മരണപ്പെട്ടപ്പോൾ അന്ന് മക്കയിലെ ഖുറൈശികൾ എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾക്കറിയുമോ? അവർ അത് ഒരു ആഘോഷമാക്കി. അവർ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി പരസ്പരം കൈമാറി അത് കഴിച്ചു. മാത്രമല്ല അവർ പറയുകയായിരുന്നു, മുഹമ്മദിൻ്റെ കാര്യം തീർന്നു, ആ കുടുംബ പാരമ്പര്യം ഇനി ഉണ്ടാകില്ല, ആ കുടുംബ പാരമ്പര്യം അറ്റുപോയി, അവൻ മരിച്ചാൽ തന്നെ അവൻ്റെ പേര് പോലും പറയാൻ ഈ ലോകത്തിനി ആരും തന്നെ ഉണ്ടാകില്ല. ഇതൊക്കെയും പറഞ്ഞുകൊണ്ട് മക്ക മുശ്രിക്കുകൾ അന്ന് ആഹ്ലാദിച്ച് തിമിർത്തു. എന്നാൽ ഈ സമയത്താണ് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഒരു മനുഷ്യൻ കടന്നു വരുന്നത്. ഈ ശത്രുവിൻ്റെ പേരാണ് അൽ ആസ്ബിൻ. ഈ അൽ ആസ്ബിൻ എന്ന ശത്രു ഒരിക്കൽ കഅബയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലൂടെ കടന്നു വന്നത്. ദുഃഖം കനീഭവിച്ച മുഖവുമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത് കണ്ട് ആളുകൾ ആസ്ബിനോട് ചോദിച്ചു, ആരാണ് ആ കടന്നു വരുന്നത് എന്ന്. ആ സമയത്ത് പുച്ഛത്തോടുകൂടി ശത്രുവായ ആസ്ബിൻ വായിൽ പറയുകയാണ്, അവനെ വിട്ടേക്കൂ, അവൻ അബ്തറാണ്. അബ്തർ എന്ന് പറഞ്ഞാൽ വാലറ്റ് പോയ മൃഗം എന്നൊക്കെയാണ് അതിൻ്റെ മലയാള വാക്ക്. അതായത് വേരില്ലാത്തവൻ, വംശമില്ലാത്തവൻ, നല്ലതിലൊന്നും ഓഹരിയില്ലാത്തവൻ, ഇനിയൊരിക്കലും തിരിച്ചു വരവില്ലാത്ത വിധം ഒറ്റപ്പെട്ടു പോയവൻ, ഇങ്ങനെ തുടങ്ങിയ വലിയ പരിഹാസത്തോടു കൂടിയുള്ള ആസ്ബിൻ്റെ ഈ വാക്ക് ഒരു വാക്ക് മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു വിഷം പുരട്ടിയ അമ്പായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ, ഹൃദയത്തിൽ വലിയ മുറിവാണ് ഉണ്ടാക്കിയത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളുടെ മരണത്തേക്കാൾ വലിയ വേദനയായിരുന്നു സമൂഹം മുത്തുനബിയെ നോക്കി, നീയൊരു പായ് ജന്മമാണ്, അതുപോലെ നിനക്ക് പിന്തുണക്കാരില്ല എന്ന് വിളിച്ചു പറയുന്ന ആ വലിയ അപമാനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ നമുക്കെന്തെങ്കിലും പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ, നമുക്കെന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ പല കുറവുകളും കണ്ട്, പോരായ്മകൾ കണ്ട് മറ്റുള്ളവർ നമ്മെ കളിയാക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, നിനക്കൊന്നിനും കഴിയില്ല, നിനക്കൊന്നിനും പറ്റില്ല, നീ ഇനി ജീവിക്കാത്തതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് നമ്മെ തളർത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസിക അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അന്ന് ഈ ലോകത്തിൻ്റെ നേതാവ് തല താഴ്ത്തി നടന്നു. ആരും തന്നെ കൂട്ടിനില്ല, സങ്കടം പറയാൻ ആരുമില്ല, അല്ലാഹു സുബ്ഹാനഹു തആല മാത്രമാണുള്ളത്. അങ്ങനെ പ്രവാചകൻ്റെ മനസ്സ് വേദന കൊണ്ട് വിങ്ങുമ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നത്. മക്കയുടെ ആകാശത്തു നിന്നും കാരുണ്യത്തിൻ്റെ വചനങ്ങൾ മഴ പോലെ ഇറങ്ങി വന്നു. അല്ലാഹു സുബ്ഹാനഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോളിൽ തട്ടി പറയുന്നത് പോലെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ.
ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, നിശ്ചയമായും ഞാൻ നിനക്ക് കൗസർ നൽകിയിരിക്കുന്നു. ശത്രുക്കൾ എന്താണ് പറഞ്ഞത്? മുഹമ്മദേ, നിനക്ക് ഒന്നും ഇല്ല എന്നാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ സൂറത്തിലൂടെ മുഹമ്മദേ, ഞാൻ നിനക്ക് കൗസർ നൽകിയിരിക്കുന്നു. കൗസർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്? എണ്ണിയാൽ ഒടുങ്ങാത്ത, അളന്നാൽ തീരാത്ത നന്മകൾ ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു എന്നാണ്. ഈ അള്ളാഹുവിൻ്റെ വാക്കിൽ വലിയൊരു രഹസ്യമുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിലെ പല പരാജയങ്ങളും നഷ്ടങ്ങളും ഓർത്ത് അത് കണക്കെടുത്ത് കരയുന്ന നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു തആല ഈ സൂറത്തിലൂടെ പറയുന്നത് ഇതാണ്: നിനക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതാണ് ഞാൻ നിനക്ക് കരുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ പ്രയാസമാണ്, പ്രതിസന്ധിയാണ് നൽകിയിട്ടുള്ളതെങ്കിൽ, സന്തോഷമില്ലെങ്കിൽ, രോഗമാണ്, കടമാണ്, ദാരിദ്ര്യമാണ്, ജോലിയില്ല, കുട്ടികളില്ല, വീടില്ല, ഇങ്ങനെ പ്രയാസപ്പെടുന്നവരൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് വലിയൊരു ഹൈറ്, സന്തോഷം, സമാധാനം, നിഅമത്ത് നിങ്ങൾക്ക് നൽകാൻ പോകുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഈ കൗസർ എന്ന വാക്കിന് പിന്നിൽ രണ്ട് വലിയ അത്ഭുതങ്ങളുണ്ട്. അതിൽ ഒന്ന്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന സ്വർഗത്തിലെ നദി. രണ്ടാമത്തേത്, ഈ ലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന വിജയവും പാരമ്പര്യവും. അതെങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സങ്കടം മാറ്റിയത്? ശത്രുവായ ആസ് ബിൻ വാഇൻ്റെ വായ അടപ്പിച്ചത്? ഇത് അറിയുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സൂറത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുക. നമുക്ക് ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല വാഗ്ദാനം ചെയ്ത ആ കൗസർ നദിയിലേക്കൊന്ന് നോക്കാം. പ്രവാചകൻ ഈ നദിയെക്കുറിച്ച് വിശേഷിപ്പിച്ചത്, ഈ നദിയിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ്, മാത്രമല്ല തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധവുമുള്ളതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ. മക്കയുടെ ചൂടിൽ, മക്കളുടെ വേർപാടിൽ നീറി നിൽക്കുന്ന പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ഇതാണ്: സ്വർഗത്തിലെ ഏറ്റവും വലിയ നദി അത് നിനക്കുള്ളതാണ് മുഹമ്മദേ. നിനക്ക് മാത്രമല്ല, നിന്റെ സമുദായം മുഴുവനും ഒരു കാലം അതിൽ നിന്നും വെള്ളം കുടിക്കാൻ ചുറ്റും വരും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു തആല വീണ്ടും പറയുകയാണ്, നിനക്ക് മക്കളില്ല എന്ന് കളിയാക്കിയവർക്കുള്ള മറുപടി ഇതാണ്: ലോകാവസാനം വരെ കോടിക്കണക്കിന് ആളുകൾ നിന്നെ സ്നേഹിക്കും. നിന്റെ പേര് ഉച്ചരിക്കാതെ ഒരു നിമിഷം പോലും ഈ ലോകം മുന്നോട്ട് കടന്നു പോകില്ല. ഇത്രയും വലിയ സമ്മാനം നൽകിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് രണ്ട് കാര്യങ്ങൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതാണ് ഈ സൂറത്തിലെ രണ്ടാമത്തെ ആയത്ത്, ഫസല്ലി ലി റബ്ബിക വൻഹർ. നീ നിൻ്റെ രക്ഷിതാവിന് വേണ്ടിയിട്ട് നിസ്കരിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്യുക. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട, പഠിച്ചെടുക്കേണ്ട, നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങൾ മാറിക്കിട്ടാൻ വലിയൊരു മനഃശാസ്ത്രമായിട്ടുള്ളൊരു അറിവുണ്ട്. അതായത് പലരും അവരുടെ ജീവിതത്തിൽ വിഷമം വരുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ ആരോടും മിണ്ടാതെ റൂമിൽ വാതിൽ അടച്ചിരിക്കും. എന്നാൽ ചിലരാണെങ്കിലോ വിഷമം വരുമ്പോൾ അവർ ഭക്ഷണം പോലും കഴിക്കില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല, മാത്രമല്ല മാതാപിതാക്കളോട് മിണ്ടില്ല, ഭാര്യയോട് മിണ്ടില്ല, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിന് ദേഷ്യപ്പെടുക, കുട്ടികളെ വെറുതെ അടിക്കുക, മുഖം വീർപ്പിച്ച് ദേഷ്യത്തോടു കൂടി വീട്ടിൽ ഒതുങ്ങിക്കൂടുക, ഇങ്ങനെയുള്ളവരും ഉണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നത് ഇതാണ്: മുഹമ്മദേ, സങ്കടം വരുമ്പോൾ ഒരിക്കലും നീ തളർന്നിരിക്കരുത്. എണീൽക്കുക, വുളൂ എടുക്കുക, നിസ്കരിക്കുക. എന്തിനാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ റബ്ബ് നമ്മോട് നിസ്കരിക്കാൻ പറയുന്നത്? മനുഷ്യരോട് പറഞ്ഞാൽ തീരാത്ത സങ്കടങ്ങൾ അത് റബ്ബിനോട് നമ്മൾ പറഞ്ഞാൽ തീരും. സുജൂദിൽ നമ്മുടെ നെറ്റി വെക്കുമ്പോൾ കിട്ടുന്ന ആ ആശ്വാസം അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വലിയ സങ്കടം വരുന്ന സമയത്ത് നിങ്ങൾ തളർന്നിരിക്കാതെ വുളൂ എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടക്കത്തിൽ കേട്ടു
മക്കയിലെ ശത്രുവായ ആസ്ബിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബ്തർ എന്ന് വിളിച്ചു, അതായത് വാലറ്റവൻ എന്ന്. അത് കേട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതികരിച്ചില്ല. മുത്തുനബി ചെയ്തത് മൗനം പാലിക്കുകയായിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ സൂറത്തിലൂടെ 3-ാമത്തെ ആയത്തിലൂടെ അതിന് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു നൽകിയത്. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, നിശ്ചയമായും നിന്റെ ആ ശത്രു തന്നെയാണ് വാലറ്റവൻ അല്ലെങ്കിൽ കുറ്റിയറ്റവൻ. ഇവിടെ നോക്കൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല ആ ശത്രുവായ ആസ്മിലിൻ്റെ പേര് എടുത്തു പറഞ്ഞില്ല. എന്നാൽ ഈ ആയത്തിലൂടെ, ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് ലോകാവസാനം വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏതൊരു മനുഷ്യൻ അപമാനിച്ചാലും ഈ ഒരു ആയത്തിൻ്റെ പരിധിയിൽ വരും, അതായത് അവൻ വാലറ്റവനാകും. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, നബിയെ, അങ്ങയല്ല ഒറ്റപ്പെടാൻ പോകുന്നത്, അങ്ങയെ ആരൊക്കെയാണോ പരിഹസിച്ചത് അവരാണ് ഒറ്റപ്പെടാൻ പോകുന്നത്. അവൻ്റെ പേര് പറയാൻ ആരും ഉണ്ടാകില്ല, അവൻ്റെ ഓർമ്മകൾ തന്നെ ഈ ലോകത്തിൽ നിന്നും മായ്ച്ചു കളയപ്പെടും. ഇത് അള്ളാഹുവിൻ്റെ ഒരു പ്രവചനമായിരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് തന്നെയല്ലേ ഇന്ന് ലോകത്ത് നടക്കുന്നത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ ആസ്ബിൽ എന്ന ആ ശത്രുവിന് മക്കളുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, ഒരുപാട് സമൂഹമുണ്ടായിരുന്നു, ഒരുപാട് ഭൂസ്വത്തുണ്ടായിരുന്നു, ഒരുപാട് ആഡംബരത്തോടു കൂടി ജീവിച്ച ആളായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ആ ആസ്മിൽ എന്ന ആ ശത്രുവിനെ സ്നേഹത്തോടു കൂടി ഓർക്കുന്നുണ്ടോ? മാത്രമല്ല, ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ ആസ്മിൽ എന്ന ആ പേര് അവരുടെ മക്കൾക്ക് ഇടാൻ അവർ ഉദ്ദേശിക്കുമോ, ആഗ്രഹിക്കുമോ? ഒരിക്കലും ഇല്ല. അയാളുടെ വംശം അറ്റുപോയി, അയാളുടെ ചരിത്രം ചവറ്റുകുട്ടയിൽ എറിയപ്പെട്ടു. അയാളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ വെറുപ്പോടെ മുഖം തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് എത്ര സത്യമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ ആ ശത്രു, വാലറ്റവൻ, കുറ്റിയറ്റവൻ, വംശം നശിച്ചുപോയി എന്നൊക്കെ കളിയാക്കി വിളിച്ച മുത്തുനബി ഇന്ന് ലോകത്തിൽ ഏത് ഭാഗത്ത് നോക്കിയാലും മുത്തുനബിയുടെ പേരുണ്ട്. മുഹമ്മദ് എന്നുള്ള പേര് നമുക്ക് കേൾക്കാൻ സാധിക്കും. മാത്രമല്ല, ഓരോ നിമിഷവും ലോകത്തിൻ്റെ ഓരോ കോണിൽ നിന്നും ബാങ്ക് വിളിക്കുന്നുണ്ട്. ആ ബാങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുകയാണ്. ആ പേര് കേട്ട് കോടാനക്കോടി ജനങ്ങൾ അവരുടെ കൈ നെഞ്ചത്ത് വെച്ച് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നുണ്ട്. സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളെക്കാൾ കൂടുതൽ, മാതാപിതാക്കളെക്കാൾ കൂടുതൽ ആ പ്രവാചകനെ സ്നേഹിക്കുന്ന കോടാനക്കോടി ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. അന്ന് കഅബയുടെ മുന്നിൽ മുത്തുനബിയെ പരിഹസിച്ചവർ പരാജയപ്പെട്ടു. എന്നാൽ കണ്ണീരൊഴുക്കി നിന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് വലിയ വിജയമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയത്. അതാണ് കൗസർ, അള്ളാഹുവിൻ്റെ വാഗ്ദാനം. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ കൗസറിലൂടെ നമ്മെ അറിയിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി കൊടുത്തു. എന്നാൽ ഇത് മുത്തുനബിയുടെ ഉമ്മത്തീങ്ങൾക്കും കൂടി ഉള്ളതാണ്. നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, നമുക്ക് വലിയ ടെൻഷൻ വരുമ്പോൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ മരണപ്പെടുമ്പോൾ, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ, നമ്മുടെ കടങ്ങൾ വീടിക്കിട്ടാൻ, രോഗങ്ങൾ മാറിക്കിട്ടാൻ, ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഈ സൂറത്തുൽ കൗസർ എങ്ങനെയാണ് നമുക്കൊരു മരുന്നായി വരുന്നത്? എങ്ങനെയാണ് നമ്മൾ ഓതേണ്ടത്? ഈ സൂറത്ത് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ നിങ്ങൾ ഓതേണ്ട സമയം മഹത്തുക്കൾ പറഞ്ഞത് മഗ്‌രിബിന് ശേഷം. എന്നാൽ നിങ്ങൾക്ക് സുബ്ഹി ബാങ്ക് കൊടുക്കുന്നത് വരെ സമയമുണ്ട്. ആ സമയത്തിനിടയിൽ നിങ്ങൾ പാതിരാത്രിയൊക്കെ ഈ സൂറത്ത് ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ട്. കഴിയുമെങ്കിൽ നിങ്ങൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പാതിരാത്രിയിലോ നിങ്ങൾ ഈ സൂറത്ത് ഒരു വട്ടം ഓതുക. ഓതുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾക്ക് വുളൂ ഉണ്ടായിരിക്കണം. മാത്രമല്ല, ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ട്
നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കരുതുക. അല്ലാഹുവേ, എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ പ്രയാസങ്ങൾ, എൻ്റെ മുറാദുകൾ ഈ സൂറത്ത് ഓതുന്നതിലൂടെ എനിക്ക് അത് നിറവേറ്റിത്തരണം എന്ന് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി, നല്ല വിശ്വാസത്തോടുകൂടി ഈ സൂറത്ത് നിങ്ങൾ ഒരു വട്ടം ഓതുക. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസങ്ങൾ പറയുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും. അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർ, നിങ്ങളെ പരിഹസിക്കുന്നവർ, അവരെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും സമയം കളയരുത്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് മറുപടി നൽകാൻ പോയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ ശത്രുക്കൾ മുഴുവനും ചരിത്രത്തിൻ്റെ ഏടുകളിൽ നാണം കെട്ടുപോയി. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ സത്യത്തിൻ്റെ പാതയിലാണോ? എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട, പേടിക്കേണ്ട. നിങ്ങളെ വെറുക്കുന്നവർ, നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർ, അവർ സ്വയമേ ഇല്ലാതെയാകും. അല്ലാഹു സുബ്ഹാനഹു തആല അവരെ നശിപ്പിക്കും. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, അതാണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വാഗ്ദാനം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട, കരയേണ്ട. നിങ്ങളുടെ കണ്ണീർ നിങ്ങൾ തുടക്കുക. കാരണം ഏഴാനാകാശത്തപ്പുറം നിങ്ങളുടെ ചെറിയ തേങ്ങൽ പോലും കാണുന്ന, നിങ്ങളുടെ ചെറിയ പ്രയാസങ്ങൾ പോലും അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു തആലയുണ്ട്. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു തആലയുണ്ട്. ആ റബ്ബ് നിങ്ങൾക്ക് ഈ സൂറത്ത് ഓതുന്നതിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്, കാത്തുവച്ചിരിക്കുന്നത് സമുദ്രത്തോളം നന്മകളാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നിങ്ങൾ ഈ കൊച്ചു സൂറത്ത് ഓതാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം മാറ്റിവെച്ച് ഈ സൂറത്ത് ഓതുക. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ വലിയ ഭാരം, വലിയ പ്രയാസം ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സമാധാനം ലഭിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും. നിങ്ങളുടെ ദുആ ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കും. അതുകൊണ്ട് ഈ ഒരു ചരിത്രം, ഈ ഒരു അറിവ് നിങ്ങൾക്ക് മാത്രം അറിഞ്ഞുകൊണ്ട് അത് ജീവിതത്തിൽ ഉപയോഗിക്കാൻ ഉള്ളതല്ല. ഈ ഒരു അറിവ് എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിയുന്ന പരമാവധി എല്ലാവരിലേക്കും ജീവിതത്തിൽ പ്രയാസം അനുഭവപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇന്ന് സമൂഹത്തിൽ. അവരിലേക്കൊക്കെ ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല അവരിലേക്കൊക്കെ എത്താൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോക്കൊരു ലൈക്ക് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കൗസർ നദികരയിൽ നാം എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല ഒരുമിച്ച് കൂട്ടട്ടെ. അതിൽ നിന്നും പാനീയം കുടിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.